ഇനിമോൻ ലോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ചുള്ള ഈ ബോധവൽക്കരണ കലാപരിപാടിക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. ഡോക്ടർമാര്, നഴ്സുമാര്, ആശാ വർക്കർമാര്, പിന്നെ നാട്ടുകാര്. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഞാൻ ആരാന്നല്ലേ? ഞാൻ സൂത്രധാരൻ. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. 4 പതിറ്റാണ്ടോളമായി ചിരിക്കണ്ട, നിങ്ങളുടെയൊക്കെ ചിരിയുടെ ഭാഗമായാണ് 4 പതിറ്റാണ്ട് കഴിയുമ്പോഴും നമ്മുടെ സമൂഹം ഈ മാരകമായ രോഗത്തിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മുതിർന്നവരായ ഞാനടക്കം ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിരിച്ചു തള്ളി. അത് അങ്ങ് ആഫ്രിക്കയിലല്ലേ, അമേരിക്കയിലല്ലേ? മറക്കണ്ട, ഓരോരുത്തരുടെയും പടിവാതിൽക്കലാണത്. മറ്റു രോഗം പോലെയല്ല. നിങ്ങൾക്ക് പനി വരും, ജലദോഷം വരും, നിങ്ങളറിയാതെ. ക്യാൻസർ വരും, നിങ്ങളറിയാതെ. പക്ഷെ ഈ മഹാരോഗമുണ്ടല്ലോ, നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളിലേക്ക് വരില്ല. ഉണർന്നിരിക്കണം, ജാഗ്രതയോടെ. അതെ, 4 പതിറ്റാണ്ടിലധികമായി ലോകത്ത് നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെത്തുന്നു. ഏവർക്കും ഈ എയ്ഡ്സ് ബോധവൽക്കരണ കലാവിരുന്നിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ഭീതിയുടെയും ആശങ്കയുടെയും കാർമേഘങ്ങൾ പടർത്തി മനുഷ്യരാശിയുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. വികസിത രാജ്യങ്ങളിലെയും വികസ്വര രാജ്യങ്ങളിലെയും ആധുനിക ചികിത്സാ സമുദായങ്ങളെ വെല്ലുവിളിച്ചു കണ്ടെത്തിയ എയ്ഡ്സ്. വിഭവശേഷിയും ചികിത്സാ സൗകര്യങ്ങളും വേണ്ടത്രമില്ലാത്ത ഏഷ്യൻ രാജ്യങ്ങൾക്ക് മേൽ ദുർവാഹമായ ഭാരമേൽപ്പിക്കുന്ന സാമൂഹിക ദുരന്തവുമാണ്. എയ്ഡ്സിനെതിരായ ബോധവൽക്കരണവുമായി ലോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു തെരുവ് നാടകം ഇതാണ്. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. മനുഷ്യ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ തകർക്കുന്ന പകർച്ചവ്യാധിയാണ് എയ്ഡ്സ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത്. തടസ്സങ്ങളെ മാറ്റി
എയ്ഡ്സിനെതിരെ പ്രതിരോധിക്കാം. ഇതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. വന്നല്ലോ നിന്നെ പറ്റി നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ സംസാരിക്കുമെന്നോ? ഞാനിവിടെ ഉള്ളപ്പോൾ എന്നെ പറ്റി ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാനാണ് എയ്ഡ്സ്. മനുഷ്യ ശരീരത്തെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ചെറിയ വൈറസ്. ഞാൻ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വേണം വേണം വേണം. ശരീര ശ്രമങ്ങളിലൂടെയാണ് ഞാൻ മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഒരു ബാർബർ ഷോപ്പ് നിങ്ങൾ കാണുന്നില്ലേ? അവിടെ ഞാൻ എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കണ്ടില്ലേ കൂട്ടുകാരെ, ഒരാൾ ഉപയോഗിച്ച ബ്രേക്ക് തന്നെയാണ് മറ്റേ ആൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിയായ കാര്യമാണോ? അല്ല അല്ല അല്ല. ശരീരത്തിലെ ഒരു ചെറിയ മുറിവിലൂടെ പോലും എനിക്ക് നിങ്ങളുടെ ശരീരത്തിലെ പെട്ടെന്ന് കിടക്കാൻ കഴിയും. അടുത്തതായി ഒരു കോളേജിലേക്ക് പോയാലോ? അവരുടെ ഇടയിലും ഞാനുണ്ടെന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കിളിപോയി. ഇതുപോയി. കണ്ടില്ലേ കൂട്ടുകാരെ, ഒരാൾ ഉപയോഗിച്ച സിഗരറ്റ് തന്നെയാണ് മറ്റേ ആൾ വാങ്ങി വലിച്ചിരിക്കുന്നത്. ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച് തന്നെയാണ് മറ്റേ ആൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിയായ കാര്യമാണോ? അല്ല അല്ല അല്ല. ഇനി നമുക്കൊരു ബീച്ചിലേക്ക് പോയാലോ? കലാലയങ്ങൾ, വിദ്യാലയങ്ങൾ, അറിവിന്റെ കേന്ദ്രങ്ങൾ, മനുഷ്യൻ സംസ്കാരം നേടേണ്ട കേന്ദ്രങ്ങൾ. കിളി പോയി പോലും, കിളി പോയി. ആരുടെ കിളി പോയി? ആരെ കൊണ്ടുപോയി? ചോദ്യം ചോദിക്കണ്ടേ നമ്മൾ? വിദ്യാലയങ്ങളും കലാലയങ്ങളും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ, നേരിലേക്ക് നയിക്കാൻ, പക്ഷേ തോന്നിവാസങ്ങളുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു. നമ്മൾ മലയാളികൾ, കേരളീയർ, നമ്മുടെ സംസ്ഥാന പക്ഷിയെ നിങ്ങൾക്കറിയുമോ? ആരാ ആരാ? വേഴാമ്പൽ. എന്താ വേഴാമ്പൽ നമ്മുടെ സംസ്ഥാന പക്ഷിയായതെന്ന് അറിയുമോ? അറിയണം മാഡം, അറിയാം. ജീവിതകാലം മുഴുവൻ 40-50 വർഷം ജീവിക്കുമ്പോഴോ വേഴാമ്പൽ ഒരൊറ്റ ഇണയോടൊത്ത് ജീവിക്കും. ആ ഇണ മരണപ്പെട്ടാൽ പിന്നെ മരണം വരെ മറ്റൊരു ഇണയെ സ്വീകരിക്കില്ല. മറ്റൊന്നുകൂടി ഉണ്ട്, അറിയുമോ? എന്താ? വേഴാമ്പലിലെ പെൺകിളി പ്രജനനമായി കഴിഞ്ഞാൽ ഒരു മരപ്പൊത്തിൽ കയറും. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കാമുകൻ ആ മരപ്പൊത്ത് മുഴുവനും ചളിയും തന്റെ കാഷ്ടവും ഉപയോഗിച്ച് അടയ്ക്കും. ഒരു ചെറിയ ദ്വാരം മാത്രം ബാക്കി. ആ ദ്വാരത്തിലൂടെ ഈ പെൺ ഇണയ്ക്കുണ്ടല്ലോ തന്റെ ഭർത്താവ് മാസങ്ങളോളം ഭക്ഷണം നൽകും. ആ ഭക്ഷണം കഴിച്ച് തന്റെ കുഞ്ഞുങ്ങൾ അടയിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് വരെയും ഈ ഭർത്താവ് തന്റെ മക്കളെയും ഭാര്യയെയും നോക്കും. ഇതൊരു വിശ്വാസമാണ് മക്കളെ, വിശ്വാസം. തന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരു പ്രിയതമന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് മക്കളെ മലയാളിയുടെ കരുത്ത്, മലയാളിയുടെ ശക്തി. അതാണ് നമ്മുടെ ദേശീയ സംസ്ഥാന പക്ഷിയായി നമ്മൾ വേഴാമ്പലിനെ വെച്ചത്, അറിയുമോ? എന്നാൽ ഇന്ന് സ്വഭാവം കൊണ്ട് വേഴാമ്പലല്ലോ നമ്മൾ, കോഴിയായി പോയില്ലേ നമ്മുടെ പക്ഷി? കോഴിയുടെ സ്വഭാവത്തിലേക്ക് മാറിയില്ലേ? കലാലയങ്ങളും വിദ്യാലയങ്ങളും നന്മ പഠിപ്പിക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള മാരക രോഗങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാം. അല്ലാതെ ഒരു രക്ഷയുമില്ല. കാണൂ കൂട്ടരെ, കാണൂ.
രോഗിയുമായി സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും സമ്പർക്കം പുലർത്തുമ്പോഴും ഈ വൈറസ് പകരുന്നില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എയ്ഡ്സ് ബാധിച്ച സ്ത്രീ തന്റെ കുഞ്ഞിന് മുലപ്പാൽ നൽകിയാൽ കുഞ്ഞിന് വരുമോ എയ്ഡ്സ്? ഇല്ല. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. മുലപ്പാലിലൂടെ 5% താഴെ മാത്രമേ കുഞ്ഞിന് എയ്ഡ്സ് പകരുകയുള്ളൂ. ആയതിനാൽ കുഞ്ഞിന് ജന്മാവകാശമായ മുലപ്പാൽ നാം ഒരിക്കലും നിഷേധിക്കരുത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിന്റെ ലക്ഷണങ്ങളെ പറ്റി അറിയട്ടെ? വേണം. അസാധാരണമായി ശരീരഭാരം കുറയുന്നതും 1 മാസത്തിലേറെയുള്ള പനി, ചുമ, വയറിളക്കം, ദേഹത്തുചൊറിച്ചിൽ എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ലക്ഷണങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് അറിയണ്ടേ? വേണം. തെറ്റായ ലൈംഗിക ബന്ധങ്ങൾ ഒഴിവാക്കുക. നീരിലും ബ്ലേഡും മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കുക. രക്തം ദാനം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ HIV ഇല്ലെന്ന് ഉറപ്പെടുത്തുക. എന്നിവയിലൂടെ നമുക്ക് പ്രതിരോധിക്കാം. അപ്പൊ കൂട്ടുകാരെ, ഒരു എയ്ഡ്സ് രോഗിയെ നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റിനിർത്തുകയാണോ വേണ്ടത്? അല്ല. വായുവിലൂടെയോ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ വരാത്ത ജീവികളിലൂടെയോ ഒരിക്കലും ഈ രോഗം പകരില്ല. മാത്രമല്ല, എയ്ഡ്സ് രോഗം തുടക്കത്തിൽ തിരിച്ചറിയാനായി ELISA ടെസ്റ്റ് നടത്തുക. ആന്റി റെട്രോ വൈറസ് തെറാപ്പിക്ക് വിധേയരാകുകയും ചെയ്ത ദീർഘകാലം ഒരു എയ്ഡ്സ് രോഗിക്ക് സ്വാഭാവിക ജീവിതം നയിക്കാൻ കഴിയും. മതി, ഇന്നത്തെ സമൂഹത്തിൽ എയ്ഡ്സ് രോഗികളെ പരിഗണിക്കാൻ ഇവിടെ ആരുണ്ട്? ഉണ്ടല്ലോ. ഇന്നത്തെ സമൂഹത്തിൽ എയ്ഡ്സ് രോഗികൾക്കായി ഗവൺമെന്റ് ഒട്ടനവധി സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് ഉഷസ്, പുലരി, ജ്യോതിസ്, പ്രത്യാശ, സുരക്ഷ. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തിനായി നാം ഇതിനെ പിന്തുണയ്ക്കേണ്ട കൂട്ടുകാരെ ചെയ്യേണ്ടത്. അതെ. അപ്പോ നമ്മൾ കണ്ടു, എയ്ഡ്സിനെതിരെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ സർക്കാരിന്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് പറയൂ, ഉറക്കെ പറയൂ. ഉഷസ്, പുലരി, ജ്യോതി, പ്രത്യാശ, സുരക്ഷ, ഇത്രയധികം സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും രക്തം പരിശോധിക്കാനോ ആവശ്യമായ മുൻകരുതലെടുക്കാനോ നമ്മുടെ മനസ്സിലും പാകപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർക്കുക, പ്രതിരോധമാണ് ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരോടൊപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ നമ്മൾ ആരും മടി വിചാരിക്കേണ്ടതില്ല. മാറണം. രാത്രി പുലരാത്ത രാത്രികൾ, രാത്രിയും പകലായി മാറുന്ന നമ്മുടെ ജീവിത രീതികൾ, വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ ജീവിത സംസ്കാരങ്ങൾ, പകലുറഞ്ഞു തുള്ളുന്ന കൊടും വിഷങ്ങൾ, ചുറ്റുവട്ടവും നമ്മെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾ, ചുറ്റിലും കാണുന്ന വാർത്തകളൊക്കെ അമ്മയും അച്ഛനും മക്കളും കുടുംബജീവിതം നയിക്കുന്നതിനെ കുറിച്ചല്ല, ഇതെങ്ങനെ തകർക്കണം എന്നതിനെ കുറിച്ചാണ്. ഓർക്കുക, ഒരു ജീവിതം നമുക്ക് അനുഗ്രഹമായി കിട്ടിയിട്ടുണ്ട്. അവിടെ പ്രതിരോധത്തിന്റെ വൻമതിൽ തീർക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. എയ്ഡ്സ് എന്ന ഈ മഹാമാരിയെ ഈ ഭൂമുഖത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ ഉത്തരവാദിത്വമുള്ള പൗരനായി, ആരോഗ്യത്തെ കുറിച്ച് ചിന്തയുള്ളവനായി മാറാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. വേണ്ടേ? നാം ഉണരേണ്ടേ? ഉറക്കെ പറയൂ, നാം ഉണരേണ്ടേ? നമ്മൾ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നമുക്ക് വേണ്ടി കവചമൊരുക്കാൻ നാമേ ഉള്ളൂ എന്ന തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. വീണ്ടും മറ്റൊരു മഹാമാരിയാവാതെ ലോകം നശിക്കാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഒരു പിഞ്ചു കുഞ്ഞിന്റെയും ജീവിതം അവസാനിക്കാതിരിക്കാൻ, ഒരമ്മയുടെയും കണ്ണീർ വീഴാതിരിക്കാൻ ഈ മഹാരോഗത്തിനെതിരെ നമുക്ക് പൊരുതാം.
World AIDS Day 2025. തടസ്സങ്ങളെ മറികടന്ന് എയ്ഡ്സ് പ്രതിരോധത്തെ മാറ്റിയെടുക്കുക, എയ്ഡ്സ് പ്രതിരോധത്തെ പരിവർത്തനപ്പെടുത്തുക. പുതിയ കാലത്തെ അഡ്രസ് ചെയ്യാൻ നമുക്ക് പുതിയ ആയുധങ്ങൾ ആവശ്യമാണ്. അതുപോലെ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടുക്കാൻ നമ്മൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ മറികടക്കുക. മാറേണ്ടത് നമ്മളാണ്, മാറേണ്ടത് നമ്മളാണ്, മാറ്റേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, മാറ്റേണ്ടത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. Ready? 1, 2, 3, start.